ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇഡ്ലിക്കും ദോശക്കും എടുക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിയും ഉഴുന്നും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരത്തേക്കാണിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അരിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമുക്കിത് അവിൽ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ള അവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് സോക്കായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഇത് അവിൽ ശരിക്കും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കുതിർത്ത് വെച്ച അവിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ദോശക്ക് നമ്മൾ മാവ് അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പം ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാവ് നല്ല രീതിയിൽ തന്നെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെ വേണം നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കോക്കനട്ട് ദോശ ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. നല്ല എളുപ്പത്തിലുള്ളൊരു ചട്നി തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചട്നി ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളകും 2 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോഴത്തെ ചട്നി നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്നി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതവിടെ നമ്മളെ ചട്നി റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി വറവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് പാനോ ദോശ തവിയോ അടുപ്പത്ത് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പം കണ്ടില്ല, ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നിറയെ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിവിടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ദോശ നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കോക്കനട്ട് ദോശ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ദോശ കഴിക്കാൻ ശരിക്കും നമുക്ക് ചട്നിയോ കറിയോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതവിടെ നമ്മളെ ദോശയൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഉഴുന്ന് ചേർക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഇതുപോലത്തെ തേങ്ങാദോശ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.